നമുക്ക് നമസ്കരിക്കാൻ അല്ലാഹു അക്ബർ എന്ന് കൈകെട്ടുമ്പോൾ തന്നെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ഒന്നൊന്നും തീർന്നു കിട്ടിയാൽ മതി എന്നാണ്. ഇമാമങ്ങാനും അറിയാതെ ഒരു വലിയ സൂറത്തെങ്ങാനും ഓതിപ്പോയാൽ ആ നിസ്കാരത്തിൽ നിന്ന് അവനെ പ്രാവി കൊന്നയാളേക്കൊക്കെ പണ്ടാരടങ്ങായൊക്കെ ഇപ്പം കിട്ടിയൊരു സൂറത്ത് എല്ലാ ദിവസവും സുബഹിക്ക് അയാൾ വൽആസ്രി ഓതുന്ന, ഇന്നൊന്നും പറഞ്ഞ ആൾ വൽഫജ്രി ഓതേണ്ട വല്ല കാര്യമുണ്ടോ? അവിടെ ലേലം പിടിക്കുന്ന സമയമാണ്, ചാകര ലേലം പിടിക്കുന്ന സമയത്താണ്. ഇത്രയും വല്ല നിസ്കാരത്തിൽ നോക്കണം, എവിടെ വേണമെങ്കിൽ നിൽക്കും. മണിക്കൂറുകളോളം മൊബൈലിൽ നമ്മൾ നിൽക്കും, മണിക്കൂറുകളോളം നിൽക്കും. ഒരു 5 മിനിറ്റ് നമുക്ക് നിസ്കാരത്തിൽ നിൽക്കുമ്പം ഭയങ്കര പ്രശ്നമാണ്. മനുഷ്യൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. അങ്ങനെ കയറി അതിനവനൊരു യാതൊരു വിഷമവുമില്ല. അപ്പം അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളോ ഔലിയാക്കളോ അവർക്ക് ഇങ്ങനെ കൈ കെട്ടുമ്പോഴാണ്, അള്ളാഹുവായിട്ട് അടുക്കുമ്പോഴാണ് അവർക്ക് ലദ്ദത്ത് കൊടുക്കുന്നത്. അതാണ് അവർ നമ്മൾ വ്യത്യാസം. അവർ നിസ്കരിക്കാൻ തുടങ്ങുമ്പോഴാണ് അവർക്ക് അതിൻ്റെതായ ലദ്ദത്ത്, അതിൻ്റെ ഷൗഖത്ത് അവർക്കുണ്ടാകുന്ന, അവർക്ക് ഇൻസാൽ ഉണ്ടാകലൊക്കെ ആ ഒരു ലദ്ദത്തിലൂടെയാണ്. വലിയ ബഹുമാനപ്പെട്ട മുഹീദ്ദീൻ ഷേഖ് റഹ്മഹുല്ല അദ്ദേഹം പിന്നെ അള്ളാഹുമുള്ള ബന്ധം മനസ്സിൽ നിന്ന് മാറുമ്പോൾ ഒതു പറഞ്ഞതുപോലെയാണ്, ജനാബത്ത് വന്നതുപോലെയാണെന്നാണ്. പെട്ടെന്ന് കുളിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ കുളത്തിൽ തന്നെ കിടക്കേണ്ടി വരും. നമ്മളൊക്കെ ആണെങ്കിലേ ഫുൾ ടൈം കുളത്തിൽ തന്നെ കിടക്കേണ്ടി വരും. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തയില്ലല്ലോ അള്ളാഹെന്നൊരു സാധനം. യുക്തിവാദികളെ പോലെ അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സമുദായം. ഈ കൊറോണ എന്ന് പറയുന്നത് അതിന്റെ പേരിൽ പള്ളികൾ പൂട്ടപ്പെട്ടു, മദ്രസകൾ പൂട്ടപ്പെട്ടു, നമസ്കാരം, ഇബാദത്തുകൾ, വിജ്ഞാനങ്ങൾ എല്ലാം തകർന്ന് തരിപ്പണമായി. അതോടുകൂടി കുറെ കുബുദ്ധികൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. കുബുദ്ധികൾ, നമ്മുടെ മുസ്ലിം പേര് വെച്ചിട്ടുള്ള കുറെ കുബുദ്ധികൾ ഉയർത്തെഴുന്നേറ്റ് വന്നു. അതിന്റെ പേരിൽ അതാണ്. ഇതിനാ നിസ്കരിക്കേണ്ടത്? അതിന്റെ ആവശ്യം എന്താണ്? പള്ളിയിൽ പോയാൽ പ്രശ്നം, പള്ളിയിൽ ഒന്നു കൊടുക്കുമ്പോൾ പ്രശ്നം. ഇന്ന് ഈ കൊറോണയുടെ പേരിൽ കണ്ടുപിടിക്കപ്പെട്ട എല്ലാ നിയമങ്ങളും ഇത് കാലത്തിനപ്പുറം 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ പ്രവാചകൻ പറഞ്ഞ കാര്യങ്ങൾ, അള്ളാഹു പറഞ്ഞ കാര്യങ്ങളാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതല്ലാതെ ഒരൊറ്റ ഒരു കാര്യം ഇവിടെ പുതിയതായിട്ട് വന്നിട്ടില്ല. പരിശുദ്ധമായ ഇസ്ലാം പഠിപ്പിച്ച സംഭവങ്ങളാണല്ലോ മൊത്തം വന്നിട്ടുള്ളത്. ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടാകുമെന്ന് ആര് പറഞ്ഞു? എന്നേ അല്ലാഹു തആല പറഞ്ഞ കാര്യമാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർദ് വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബൽ അൻ നബ്റഅഹാ. പരിശുദ്ധമായ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. ഈ ഭൂമിയിലോ നിന്റെ ശരീരത്തിലോ വല്ല പരീക്ഷണങ്ങൾ ഉണ്ടാകുമെങ്കിൽ ഓർക്കണേ, അത് കാലേ കൂട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തിയ കാര്യമത്രേ. ما صاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. ഇതൊക്കെ അള്ളാഹ്ക്ക് വളരെ എളുപ്പമുള്ള കാര്യമാണ്. നേരത്തെ കൂട്ടി അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് യെല്ലോ അലർട്ട് നമുക്ക് നൽകി. ഇങ്ങനെ ഒരു വലിയ സംഭവം ഇതാ നിങ്ങൾ നേരിടാൻ പോവുകയാണ്. ഇന്നല്ലേ നമ്മൾ യെല്ലോ അലർട്ടും റെഡ് അലർട്ടും ഒക്കെ നമ്മൾ കണ്ടത്. കാലങ്ങൾക്ക് മുമ്പേ പരിശുദ്ധ ഖുർആൻ യെല്ലോ അലർട്ട് നമുക്ക് പ്രഖ്യാപിച്ചു. ഇതൊക്കെ വലിയ കൊറോണ വരാൻ പോവാണ്, ഭൂമി കുലുങ്ങാൻ പോവാണ്, ഭൂകമ്പം ഉണ്ടാകാൻ പോവാണ്, ഉരുൾപൊട്ടൽ സംഭവിക്കാൻ പോവുകയാണ്. ശാരീരികമായി സാമ്പത്തികമായി നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും കേട്ടോ. ഇത് ഖുർആനിൽ അല്ലാഹ് രേഖപ്പെടുത്തി. പക്ഷേ നമുക്ക് ഖുർആൻ തിരിയാതെ പോയി, മനസ്സിലാക്കാൻ കഴിവില്ലാതെ പോയി. ഖുർആനുമായി ബന്ധമില്ലാത്തതിന്റെ പേരിൽ നമുക്കെല്ലാം നഷ്ടമായി പോയി. എന്തിനാണ് അല്ലാഹു തആല നേരത്തെ നമുക്കൊരു യെല്ലോ അലർട്ട് നൽകിയത്? ലിഖൈലാ തസൗ അലാ മാ ഫാതകും വലാ തഫ്റഹൂ ബിമാ താകും ലിഖൈലാ തസൗ അലാ മാ ഫാതകും. ഉരുൾപൊട്ടലിലൂടെ വീട് ഒലിച്ചു പോയതിന്റെ പേരിൽ നീ ദുഃഖിച്ചിട്ട് കാര്യമില്ല. വെള്ളപ്പൊക്കത്തിലൂടെ നിന്റെ കോടിക്കണക്കിന് രൂപകളും നിന്റെ കെട്ടിട സമുച്ചയങ്ങളും മുങ്ങിപ്പോയാൽ, തകർന്നു പോയാൽ അതിന്റെ പേരിൽ നീ ദുഃഖിക്കേണ്ടതില്ല.
കിട്ടുന്നില്ല. അതെല്ലാം നീ മനസ്സിലാക്കി ക്ഷമിക്കേണ്ടതിന് വേണ്ടിയത്രേ. മാരകമായ രോഗങ്ങളുടെ പേരിൽ ഉമ്മ മരണപ്പെട്ടു, ഉപ്പ മരണപ്പെട്ടു, തന്റെ സന്താനങ്ങൾ, വാത്സല്യപുത്രങ്ങൾ മരണപ്പെട്ടു പോയി. ഇതെല്ലാം സംഭവിക്കും. അതുകൊണ്ട് അതിന്റെ പേരിൽ നീ ഖേദിക്കരുതേ, ദുഃഖിക്കരുതേ. അതിനിങ്ങനെയൊക്കെ സംഭവിക്കും. ഒരു കാലഘട്ടം അതിന് നീ സാക്ഷ്യം വഹിക്കേണ്ടി വരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു വർഷങ്ങൾക്ക് മുമ്പേ നമുക്കിതാ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ച് താക്കീത് നൽകി. പക്ഷെ എനിക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു, എന്തായാലും ഇന്നലെ ഇറക്കിയ ആയത്തൊന്നും അല്ല ഇത്. 1400 വർഷം പഴക്കമുണ്ട് ഇതിന്. പഴക്കമുണ്ടല്ലോ, 1400 വർഷം പഴക്കമുള്ള സംഭവമാണ്. അള്ളാഹ് പറഞ്ഞു യെല്ലോ അലർട്ട് അള്ളാഹ് നേരത്തെ പ്രഖ്യാപിച്ചു. ഇങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. വലിയൊരു കൊറോണ ഒക്കെ വരും കേട്ടോ, സംഭവിക്കാൻ പോവാണ്. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയാലും ദുഃഖിക്കരുത്. അതിന്റെ പേരിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ ഒരു കഴിവ് ഉണ്ടാക്കി എടുക്കണം. ദുഃഖിച്ചിട്ട് കാര്യമില്ല. വലാ തഫ്റഹൂ ബിമാ താകും. ഇനി നിങ്ങൾക്ക് അമിതമായി വല്ലത് ലഭിച്ചതിന്റെ പേരിൽ അത്യാഹ്ലാദം, അതും നിനക്ക് നല്ലതല്ല കേട്ടോ. സമ്പത്തിന്റെ കൊടുമുടിയിൽ വിരാജിക്കുന്ന മനുഷ്യൻ, അവൻ നിക്കാഹിന്റെ പേരിൽ, കല്യാണത്തിന്റെ പേരിൽ, വിവാഹത്തിന്റെ പേരിൽ മാമാങ്കമാണ്. അവൻ അടിച്ചു പൊളിക്കുകയാണ്, അവൻ തട്ടഹസിക്കുകയാണ്, അള്ളാഹുവിനെ മതിമറന്നു പോവുകയാ. പരിശുദ്ധമായ ശരീഅത്തിന്റെ വരമ്പുകളെ ലംഘിച്ചുകൊണ്ടാണ് അവന്റെ അഹങ്കാരം നുരമൂത്ത് വളരുന്നത്. അതുകൊണ്ട് വലാ തഫ്റഹൂ ബിമാ താകും. അല്ലാഹു നിങ്ങൾക്ക് നൽകിയത് കൊണ്ട് നിങ്ങൾ അമിതമായി അഹങ്കരിക്കരുതേ, സുഖിക്കരുതേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അഹങ്കാരികളെയും ഊറ്റമടിക്കുന്നവനെയും അള്ളാഹ്ക്ക് ഇഷ്ടമേ അല്ല കേട്ടോ. ഈ ഭൂമി അള്ളാന്റേതാണ്, ആകാശം അള്ളാഹുവിൻ്റെതാണ്. ഈ അതിപരാശക്തനായ പടച്ചതമ്പുരാൻ, ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ നിയന്ത്രിക്കുന്നവൻ, ഈ മനുഷ്യർക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ട് ഒരുപാട് സുഖദുഃഖങ്ങളുടെ ഒരുപാട് അധ്യായങ്ങളും പാഠങ്ങളും അവൻ പഠിപ്പിച്ചിട്ട് പടച്ചതമ്പുരാൻ പറയുകയാണ്, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങൾ അഹങ്കരിക്കണ്ട കേട്ടോ. അഹങ്കാരികളെ അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമേ അല്ല. 1000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധ ഖുർആനിൽ ഈ ഭൂമി അടക്കിവാണവരെയും ഇതിന്റെ ചെങ്കോലും കിരീടവും പിടിച്ചവരെയും, ഞങ്ങൾ തന്നെയാണ് ഈ ഭൂമിയുടെ അതിപരാശക്തികളെന്ന് വാദിച്ചവരെയും അള്ളാഹു പാഠം പഠിപ്പിച്ച ചരിത്രം ഖുർആനിലൂടെ അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നുവെങ്കിൽ, സമ്പത്തിന്റെ പേരിലോ അധികാരത്തിന്റെ പേരിലോ പ്രതാപത്തിന്റെ പേരിലോ വലാ തഫ്റഹൂ, നിങ്ങൾ അഹങ്കരിക്കരുതേ, നിങ്ങൾ സുഖിക്കരുതേ. വല്ലാഹു ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ. അങ്ങനെ അഹങ്കാരികളെയും ധിക്കാരികളെയും അള്ളാഹു വെച്ചു പൊറുപ്പിക്കില്ല കേട്ടോ. കൂടുതൽ അഹങ്കരിക്കണ്ട. നമ്മൾ കൂടുതൽ അഹങ്കരിച്ചു, നമ്മൾ അഹങ്കരിച്ചു. എല്ലാ മേഖലകളിലും എല്ലാവരും അഹങ്കരിച്ചു. ഞാനും അഹങ്കരിച്ചു, ഞങ്ങളും അഹങ്കരിച്ചു. ഒരുപാട് പ്രസംഗം വരുമ്പോൾ വളരെ അടങ്ങാൻ കുറച്ച് പ്രസംഗം ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്ന് അഹങ്കരിച്ചു. അല്ലാഹു തആല പ്രസംഗം ഇല്ലാതാക്കി. എൻ്റെ കിബർ. ഓരോരുത്തർ വിളിക്കുമ്പോൾ ഡേറ്റ് ഇല്ല എന്നാ പറയുന്നത്. 3 വർഷത്തേക്ക് ഡേറ്റ് ഇല്ലാന്ന്. കറക്റ്റ് അള്ളാഹ് കബൂലാക്കി. 3 വർഷം നീ പ്രസംഗിക്കണ്ട തീരുമാനിച്ചു. അള്ളാഹിന്റെ തീരുമാനം നിർത്തി. അങ്ങനെ എന്നല്ലേ പറഞ്ഞു. എന്നെ വിളിച്ചാൽ അവള് പറഞ്ഞു 3 വർഷത്തേക്ക് ഫുൾ ബുക്കിംഗ് എന്നുള്ളതാണ് സംഭവം. 3 വർഷം പ്രസംഗിക്കണ്ട, അള്ളാന്റെ തീരുമാനമായി. പ്രസംഗിക്കണ്ട. പ്രസംഗം എപ്പോഴും പ്രസംഗം. അവരും വിളിച്ചു ഇവരും വിളിച്ചു ഒക്കെ ഇങ്ങനെ പ്രസംഗം മൊത്തം വിളിച്ച് വെക്കുക. അപ്പൊ എന്തായി? റെസ്റ്റ് ഇല്ല, ഡേറ്റ് ഇല്ല. ഇപ്പൊ ഡേറ്റ് ഉണ്ടോ ഉസ്താദെ? ഒന്ന് വിളിക്കും. നമ്മളിപ്പോ അങ്ങോട്ടാ വിളിക്കുന്നത്. കാക്ക വല്ല പ്രസംഗം വല്ലതും ഉണ്ടോ? പരിപാടി അവിടെ എപ്പോഴാണ്ട് നിറച്ചാലോ അത് വേണോ? ഓഫർ ഒരു ഓഫറും വേണ്ട, ഇങ്ങോട്ട് വിളിച്ചാൽ. ഇപ്പൊ അങ്ങനെയായി സംഭവം. ഇത് കൊറോണ ഞങ്ങൾക്ക് നൽകിയൊരു പാടാണ് അല്ലേ? നമുക്ക് നൽകിയൊരു പാടാണ് സംഭവം. അപ്പൊ ഇതിന്റെ പേര് നമ്മൾ അഹങ്കരിക്കുക. കുറെ പ്രസംഗം കിട്ടിയതിന്റെ പേരിൽ നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല. ഭൂമി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നിരിക്കുകയാണ്. എപ്പോഴാ എന്താ ആർക്കാ എങ്ങനെ സംഭവിക്കാൻ നമുക്കറിയില്ല.
അള്ളാഹു ചിലപ്പോൾ നമുക്ക് തന്ന ഒരു നിഅമത്താണ്. അൽഹംദുലില്ലാ പ്രഭാഷണം പ്രസംഗിക്കുക പോവുക, അല്ല എന്തെങ്കിലുമൊക്കെ അധികം കിട്ടുന്നത് വാങ്ങിക്കൊണ്ട് പോവുക, കാര്യങ്ങൾ നടക്കുക. അൽഹംദുലില്ലാ അതിൽ സന്തോഷിക്കുക. ആരെങ്കിലുമൊക്കെ വിളിച്ച മാന്യമായ രീതിയിൽ അവരോട് സംസാരിക്കുക. അല്ലെങ്കിൽ ഹബീബ ഇല്ല ഇപ്പോൾ ഡേറ്റില്ല, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇതൊക്കെ നമ്മൾ വലിയ ഡിമാൻഡ് വെച്ചപ്പം പടച്ചവനൊരു പണി ഇതാ മൊത്തം തകർന്നു പോയില്ലേ. ബഹുമാനമുള്ള സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഈ ഭൂമി അല്ലാഹുവിന്റേതാണ്. വഖസിദ് ഫീ മശീക് വഗളുൽ മിൻ സൗതിക് ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. ഭൂമിയിൽ ഊറ്റമടിച്ച് നീ നടക്കണ്ട കേട്ടോ. ഭൂമിയിൽ നടക്കുമ്പോ നീ മിതത്വം പാലിക്കണേ. ഭൂമിയിൽ നീ ഒച്ച വെക്കണ്ട കേട്ടോ. അഹങ്കാരികളാണ് ഒച്ച വെക്കുന്നത്. ഒച്ചയെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗൽ. നിങ്ങൾ ഒച്ച വെച്ച് അനാവശ്യമായി വിളിച്ചു കൂവുന്നതും സംസാരിക്കുന്നതും അള്ളാഹ്ക്ക് ഇഷ്ടമല്ല കേട്ടോ. അനാവശ്യമായി ആരുടെ മുന്നിലും പോയി നീന്ന് വാ തുറന്ന് തെറി വിളിക്കല്ലേ, പരിഹസിക്കല്ലേ, ആക്ഷേപിക്കരുതേ, അധിക്ഷേപിക്കരുതേ. സഹോദരീ സഹോദരങ്ങളെ, ആരാന്റെ പച്ച ഇറച്ചി തിന്നുകൊണ്ട് ഗീബത്ത് നമീമത്ത് നീ പറയരുതേ. വർഷങ്ങൾക്ക് മുമ്പേ അല്ലാഹുവിന്റെ റസൂല് വിലക്കി നിങ്ങൾ സംസാരിക്കാതിരിക്കലാണ് നിങ്ങൾക്ക് ഏറ്റവും നല്ലത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത് ഔ കമാ ഖാല അലൈഹിസ്സലാം. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹുവിനെ കൊണ്ടോ അന്ത്യദിനത്തെ കൊണ്ടോ വിശ്വസിക്കുന്നുവെങ്കിൽ അവൻ വാ തുറന്നാൽ നല്ലത് മാത്രം പറഞ്ഞുകൊള്ളട്ടെ, ഇല്ലെങ്കിൽ അവൻ മിണ്ടാതിരിക്കട്ടെ. അത് തന്നെയാണ് അവന് നല്ലത്. കേട്ടില്ല, പറഞ്ഞിട്ട് ഈ സമൂഹം ഉൾക്കൊണ്ടില്ല, ഈ സമൂഹം അത് അംഗീകരിച്ചില്ല. പണ്ഡിതന്മാരെ മെമ്പറുകളിലും മെഹ്റാബുകളിലും ഘോരഘോരം അത് പ്രസംഗിച്ചിട്ട് പോലും ഈ സമുദായം ഏറ്റെടുക്കാൻ തയ്യാറായില്ല. ഇതാ കൊറോണയും കുറെ മാസ്കുമായി വന്നിട്ട് അള്ളാഹു ഇവന്റെ വായങ്ങ് മൂടിക്കെട്ടി. നീ തിന്നയും വേണ്ട, നീ കുടിക്കുകയും വേണ്ട, നീ മൂടി വെച്ചോ. വാ തുറന്ന 500. എന്തൊരു പേടിയാ. പള്ളി കയറിയാലും നമ്മൾ അടുത്തൊരു സംസാരിച്ചാൽ കാക്ക സുഖം തന്നെയല്ലേ, കാക്ക താഴത്തല്ലേ, എന്നെ കൊണ്ട് വിശേഷം. ഒരു ദിവസം അവധി വേണം, പൊയ്ക്കോട്ടെ, ഒരു അവധി വേണം. എന്താണ് സംഭവം? വാ തുറക്കല്ലേ, മൂടി വെക്കടോ, നീ ആവശ്യമില്ലാതെ നിലവിളിക്കല്ലേ, നീ ഒച്ച വെക്കല്ലേ, നീ വെറുതെ ചീത്ത വിളിക്കല്ലേ, പരിഹസിക്കല്ലേ, നീ ആരെ ഗീബത്ത് നമീമത്ത് പറയല്ലേ. വായൊന്ന് മൂടെന്ന് പറഞ്ഞപ്പോ ഉസ്താദന്മാര് പറഞ്ഞപ്പോ ആരെങ്കിലും കേട്ടോ? ഉസ്താദന്മാര് പറഞ്ഞപ്പം കേട്ടോ? കേട്ടില്ല. അവസാനം ഇപ്പൊ മൂടേണ്ടി വന്നില്ലേ? ബഹുമാനപ്പെട്ട പിണറായി ഉസ്താദ് പറഞ്ഞപ്പോ നമ്മളെല്ലാരും കേട്ടില്ലേ? മോഡി ഉസ്താദ് പറഞ്ഞപ്പോ എല്ലാരും കേട്ടില്ലേ? മൊത്തം പേര് കേട്ടില്ലേ? സംഭവം എന്തൊരു മൂട. വീട്ടിനകത്ത് നിൽക്കുമ്പോഴും ഭാര്യ എടുത്ത് പോകുമ്പോഴും അറിയാം സംസാരിക്കാൻ പോലും. തുറന്ന 500 ഭാര്യയും ഭർത്താവും തുറന്ന 1000. പോലീസുകാരിങ്ങനെ ചുറ്റി നിൽക്കല്ലേ. അള്ളാ, എത്ര 500 പോയത്? എത്ര 3.5 കോടി രൂപയാ മാസ്ക് കിട്ടിയത്? 3.5 കോടി രൂപ വാ തുറന്നതിന്റെ പേര്. അപ്പൊ അള്ളാന്റെ അടുക്ക എത്ര ശിക്ഷ നമുക്ക് കിട്ടും ഈ വാ തുറന്ന് വെച്ചതിന്റെ പേര്? ഒന്ന് ആലോചിച്ച് നോക്ക് അല്ലേ. നമ്മൾ ഈ വാ ഒന്ന് ജസ്റ്റ് ഒന്ന് തുറന്നപ്പോ 500 അങ്ങനെ കോടിക്കണക്കിന് രൂപ ഗവൺമെന്റിന്റെ ഖജനാവിലെത്തി. അപ്പൊ നമുക്ക് അല്ലാഹു തആല ഈ വാ നമുക്ക് ഫ്രീ ആയിട്ട് തുറന്ന് എന്തെല്ലാം അനാവശ്യങ്ങൾ നമ്മൾ പറയുന്നു. അപ്പൊ നമ്മൾ എത്ര ശിക്ഷ ഇതിന്റെ പേരിൽ കൊയ്തെടുക്കേണ്ടി വരും? ആഖിറത്തിൽ കൂട്ടി നോക്ക്. ما يلفظ من قول إلا لديه رقيب عتيد. നമ്മൾ എന്ത് സംസാരിച്ചാലും അത് റഖീബും അതീദും രേഖപ്പെടുത്താത്തതായി ഒന്നുമില്ല. എല്ലാവരും രേഖപ്പെടുത്തി. എന്നാൽ ഒരു റഖീബ് എന്റെ കൂടെയുണ്ട്, ഒരു അതീദ് എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് സംസാരിക്കുന്നത് സൂക്ഷിച്ചു വേണം സംസാരിക്കാനെന്ന് ഞാനോ നിങ്ങളോ തീരുമാനിക്കാറില്ല. തീരുമാനിക്കുമോ? ആരും അങ്ങനെ തീരുമാനിക്കൂലല്ലോ. എന്താ സംസാരം? അതുകൊണ്ടാണ് സത്യവിശ്വാസികൾ ഒരുമിച്ച് കൂടുന്ന ജുമാഅത്ത് മസ്ജിദിൽ വെച്ച് എല്ലാ വെള്ളിയാഴ്ചയും ഇമാമ് താക്കീത് നൽകുന്നത് മിമ്പറിൽ വെച്ച് യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ വഖൂലൂ ഖൗലൻ
സദീദാ. ഹേ സത്യവിശ്വാസികളെ, നിങ്ങൾ സംസാരിച്ചാൽ നല്ലത് സംസാരിക്കണേ, നല്ലത് പറയണേ. എങ്കിൽ നിങ്ങളുടെ അമലുകളെല്ലാം അല്ലാഹു നന്നാക്കി തരും കേട്ടോ. നമ്മള് റാഹത്തായിട്ട് ലോറ് നിസ്കരിച്ചിട്ട് വരും, അസർ നിസ്കരിച്ചിട്ട് വരും, നല്ല വാക്ക് പറഞ്ഞ് അവിടെ ആ ചായക്കടയിലോട്ട് പോയിരുന്നിട്ട് അല്ല ഈ മൊയിലാരൊന്നും ഇപ്പൊ മുലാക്കന്മാരൊന്നും ശരിയല്ലേ, പോയി അവരൊറ്റ ചായ കുടിയിൽ അതിൻ്റെ അതങ്ങ് പോയി. നീ കമ്മിറ്റിക്കാരന്മാർ ഇവന്മാരെല്ലാം അടിച്ചു മാറ്റുന്നവന്മാരാ. രണ്ടാമത്തെ കടിയിൽ അതും പോയി. ഓരോ വാക്കുകൾ നമ്മൾ കുടിക്കുന്നവരും ബിസ്മി പറഞ്ഞ് കുടിക്കുമ്പോൾ അൽഹംദുലില്ലാ പറയണം എന്നുള്ളതാണ് നമ്മുടെ ബിസ്മി. ഇതാണ് നമ്മുടെ അൽഹംദുലില്ലാ, ഇത് തന്നെയാണ്. നിസ്കാരം അങ്ങോട്ട് പോയി കിട്ടി, നിസ്കാരം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി വന്ന ഉടനെയുള്ള പരിപാടി ഇത് തന്നെയാണ് സംസാരം. അതുകൊണ്ട് എന്താ അല്ലാഹു തആല വെച്ചത്, പുറത്തൊറ്റ ഒരുത്തം കൂടി നിൽക്കാൻ പാടില്ല. കൂടി നിന്ന അപ്പോഴേ വരും സാരം മഴയ്ക്കോട്ട് പോയി. അവിടെ നില്ല അടിയോടടിയല്ലേ. എന്താ അടി, പുറത്ത് കൂടി നിന്നാൽ അടിയോടടിയല്ലേ. എത്ര അടിയാ കിട്ടിയത്. ഇപ്പോൾ അല്ലാഹു ഫേസ്ബുക്കിൽ വാട്സപ്പിലൊക്കെ ഓരോ ചങ്ങാതിമാരെ പറയാം എന്തിനാ സംഭവം, അവിടെ കൂടി നിന്നേന് 3 പേര് കൂടി നിന്ന് 4 പേര് കൂടി നിന്നേന് ആവശ്യമില്ല അല്ലേ. അടിയോടടി കാണുമ്പോഴേ ഓടുകയല്ലേ. പഠിച്ചനെ ദജ്ജാലിനെ കാണുമ്പോൾ ഓടുന്നത് പോലുള്ള ഓട്ടമല്ലേ ഈ പോലീസ് വണ്ടി എന്നങ്ങാനും കണ്ടാല്. എന്താ ഓട്ടം ഓടുന്നത്? നമ്മൾ പറയുമ്പോൾ മാത്രം കൂടി നിൽക്കരുതേ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല. 1, 2, 3 പേര് കൂടിയാൽ അവിടെ ശൈത്താൻ വന്ന് കയറി എന്തെങ്കിലുമൊക്കെ അനാവശ്യങ്ങളൊക്കെ നമ്മുടെ നാവിൽ നിന്ന് വന്നു പോകും, ഉള്ള നന്മയൊക്കെ നമ്മുടെ ചോർന്നു പോകും. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം എന്ന് നമ്മളൊന്നും പറഞ്ഞാൽ ആരും സ്വീകരിക്കൂല. അള്ളാഹു അങ്ങോട്ട് തീരുമാനിച്ചു ഇവരങ്ങനെ ഒരുമിച്ച് കൂടണ്ട, ഒരുമിച്ച് കൂട, സാമൂഹിക അകലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ ഒരുമിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. നമ്മളെ ഒരു ചരടിലെ മുത്തുമാല പോലെ അല്ലാഹുവിന്റെ റസൂൽ നമ്മളെ കോർത്തിണക്കാനാണ് പരിശ്രമിച്ചത്. ഐക്യത്തിന്റെ മക്കളാണ്, സാഹോദര്യത്തിന്റെ മക്കളാണ്. ഒരു ഇമാമിനെ പിൻപറ്റി നിങ്ങൾ നമസ്കരിക്കുമ്പോ നിങ്ങൾ തോളോട് തോൾ ചേർന്ന് മുട്ടി ഉരുമിനിക്കണേ. അതാണ് ഹബീബ റസൂലുള്ളാഹി തങ്ങൾ നമസ്കരിക്കാൻ വേണ്ടി സഫ് കെട്ടുമ്പോ ഇസ്തൗ വസ്തൗ, നിങ്ങൾ സഫുകളെല്ലാം നേരെയാക്കണേ നേരെയാക്കണേ എന്ന് പറയുന്നത്. നിങ്ങളുടെ സഫുകളെല്ലാം ചേർത്ത് വെക്കിൻ, കോർത്തിണക്കിൻ, കൂട്ടിയിണക്കിൻ. എന്തിനാണ്? സദ്ദിദുൽ ഫുർജ്, ഇടവേളയെല്ലാം നിങ്ങൾ അടക്കിൻ, ഒഴിവാക്കിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ള എല്ലാ ക്രോധം വിരോധങ്ങളെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കിൻ, അടുത്ത് നിൽക്കിൻ, അടുത്ത് നിൽക്കിൻ. എല്ലാ നമസ്കാരത്തിലും ഇമാമ പറയണം അങ്ങോട്ട് തിരിഞ്ഞു നിന്ന് സഫുകളോട്, സഫുകളൊക്കെ ചേർന്നല് ചേർന്നല്, അടുത്തില്ല അടുത്തിണ്ട്. ആരും കേൾക്കൂല, ആരും അനുസരിക്കൂല. അടുത്ത് നിൽക്കാൻ പറഞ്ഞ കേൾക്കൂല. ഇനി അടുത്ത് നിന്നാലോ വീലാര് പറഞ്ഞും പോയി, നിൽക്കാതിരിക്കാനും പറ്റില്ല. നോക്ക്, എൻ്റെ ഏറ്റവും വലിയ ബദ്ധശത്രു എൻ്റെ അടുത്ത് ഇരിക്കുന്നത്. ഓഹ്, എങ്ങനെ ഇവൻ്റെ അടുത്ത് ഞാൻ നിസ്കരിക്കുക? നമ്മുടെ കൽബ് അങ്ങനെയായിപ്പോയി. തൊട്ടടുത്ത് നിൽക്കുന്നവനല്ലേ, അടുത്ത് നിൽക്കുമ്പോൾ മനസ്സുകൊണ്ട് ഇമാമ പറഞ്ഞും പോയി അടുത്തുന്നില്ല. ഇനി ഇവിടുന്ന് ഇറങ്ങി മാറ്റി പുറകോട്ട് പോകാൻ പറ്റുമോ? അപ്പൊ അള്ളാഹു എന്ത് തീരുമാനിച്ചു? ഒരു സ്റ്റിക്കർ പുറക്കാട്ട് ഒട്ടിച്ചു വെച്ചു, മറ്റൊരു സ്റ്റിക്കർ അമ്പലപ്പുഴ ഒട്ടിച്ചു വെച്ചു, വേറൊരു സ്റ്റിക്കർ അരിപ്പാട്ട് ഒട്ടിച്ചു വെച്ചു. പള്ളിയിൽ അവിടെ നിന്നാ മതി നീ, ഇവിടെ നിന്നാ മതി നീ, അവിടെ നിന്നാ മതി നീ. അടുത്തടുത്ത് നിന്നെ നിർത്തിയപ്പോ, അടുത്തടുത്ത് നിൽക്കുന്ന് പറഞ്ഞപ്പോ നിന്നെ കൊണ്ട് പറ്റാതായി. പെട്ടെന്ന് എല്ലാ പള്ളികളും സ്റ്റിക്കർ ഒട്ടിച്ച് എല്ലാരെയും അകത്തി അടുക്കണേ എന്ന് ഹബീബായ തങ്ങളെ നമ്മളെ പഠിപ്പിച്ചു. സദ്ദിദുൽ ഫുർജ വസ്തൗ ഇസ്തൗ സൗ സുഫൂഫകും എന്ന് നമ്മൾ പറഞ്ഞ അതേ നാവ് കൊണ്ട് ഇമാമ പറയേണ്ടി വന്നു. ഇബ്അദൂ, നിങ്ങൾ വിദൂരം പാലിക്കണേ. ഇബ്അദൂ, നിങ്ങൾ വിദൂരം പാലിക്കണേ. കൊറോണ നൽകിയ വാടവ സെക്രട്ടറി നമ്മളെ അടുപ്പിച്ച സംഭവേ എന്തായി? മാറരുത്, ദൂരം നില്ല്. അറിയാതെ എങ്ങാനും ജമാഅത്തല്ല നിസ്കാരല്ല അടുത്ത് നിൽക്കണം, നബിതങ്ങൾ പഠിപ്പിച്ചല്ലെന്ന് പറഞ്ഞ് അടുത്ത് നിന്നാൽ ഉടനെ തന്നെ കമ്മിറ്റിക്കാർ വന്നിട്ട് നമ്മളെ അടിച്ച് കഴിഞ്ഞ ആഴ്ച വരെ അടുത്ത് നിൽക്കാൻ പറഞ്ഞ നിങ്ങൾ ഇപ്പൊ എന്താ ഞങ്ങളെ പിടിച്ചകറ്റുന്നത്? നിന്റെ കൽബ് ശരിയല്ല, അടുത്ത് നിന്നിട്ട് കൽബ് യോജിച്ചിട്ടില്ല. നമ്മുടെ കൽബ് വേറെയാണ്. അത് ഹദീസാണ്. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ നമസ്കരിക്കാൻ ഖിയാമത്ത് നാളുമായി ബന്ധപ്പെട്ട് ഹബീബായ തങ്ങളുടെ പ്രഭാഷണത്തിലൂടെ നബി തങ്ങൾ പറഞ്ഞതാണ്, ഒരുപാട് പേര് നമസ്കരിക്കാൻ പള്ളികളിലേക്ക്
വഖുലൂബുഹും മുതബാഗിളാ, അവരുടെ കൽബുകളെല്ലാം വിദ്വേഷം കൊണ്ട് വിറയ്ക്കുമത്രേ. ധാരാളം സഫുകളാണ് പള്ളികളിൽ അണിനിരക്കുന്നത്. ഒരുപാട് പേര് സഫ് സഫായിട്ട് നിൽക്കും. പക്ഷേ വഖുലൂബുഹും മുതബാഗിളാ വനവാലുഹും അൽഇഫാ, അവരുടെ മനസ്സിന്റെ ഉള്ളിലെ കൊതി എന്താണ്? അധികാരമാണ്. ഈ ഇരിക്കുന്ന അധികാരികളെ എങ്ങനെയെങ്കിലും പുറത്താക്കിയിട്ട് വീണ്ടും അധികാരത്തിന്റെ കസേരയിലേക്ക് എങ്ങനെ കയറി വരണം എന്ന ചിന്തയാണ് നമസ്കാരത്തിൽ നിൽക്കുന്നവർക്കെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിക്കകത്ത് ഞാൻ നിസ്കരിക്കുമ്പോൾ അങ്ങനെ ഹദീസാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ലാത്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. എനിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് എന്നെ ഈ പുകഴ്ത്തുന്നത്. എനിക്ക് ജീവിതത്തിൽ ഇഷ്ടമില്ല. മണ്ണ് വാരാൻ പറ്റിയില്ല, അല്ലെ ഞാൻ മണ്ണ് വാരി വായിട്ടെ. ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്തത് പുകഴ്ത്തിയാൽ മണ്ണ് വാരി വായിടണമെന്നാണ് ഉസ്താദ്. ആവശ്യമില്ലാത്തൊക്കെ എന്നെ കുറിച്ച് പറഞ്ഞു. അത് പറഞ്ഞ ഒന്നും വിശ്വസിക്കേണ്ട. അതൊക്കെ അദ്ദേഹത്തിന്റെ മഹത്വമാണ്. എനിക്ക് അങ്ങനത്തെ ഒരു മഹത്വമില്ല. എനിക്ക് ജീവിതത്തിൽ എനിക്കൊരാൾ എന്നെ പുകഴ്ത്തുന്ന ഇഷ്ടമില്ല. നമ്മളെ വലിയ പ്രശസ്തിയാകാനും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അള്ളാഹു സാക്ഷി, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും. പിന്നെ ഉസ്താദ് അദ്ദേഹത്തിന്റെ ഇൽമിന്റെ മഹത്വം കൊണ്ട് അദ്ദേഹം അങ്ങനെ പറഞ്ഞു പോയതാണ്. എനിക്ക് അന്നേരം കയറി മൈക്ക് പിടിച്ച് മേടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അങ്ങനെ മിണ്ടാണ്ടിരുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഹദീസുകൾ പറയും. പിന്നെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, നമ്മളുള്ള കാര്യം ഹദീസ് പറയാം. പിന്നെ ആരായാലും നമുക്കിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കാര്യം പറഞ്ഞെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ അടുത്ത വർഷം വിളിച്ചാൽ മതി. നമുക്കുള്ള കാര്യം ഓണം പോലെ തുറന്ന് പറയാം. അൽഹംദുലില്ലാ, നമ്മളുള്ളതേ പറയുള്ളൂ. ഉള്ളത് പറഞ്ഞ് ഞാനല്ലല്ലോ, എൻ്റെ വാക്കല്ല, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്കാണല്ലോ. അത് ഈ ഉമ്മത്ത് കേൾക്കണമല്ലോ. ഇല്ല താഹാക്ക പറയണ്ടേ? അതൊക്കെ നമ്മൾ പറയണം. ഇതൊക്കെ നമ്മളിത് പറഞ്ഞ് മനസ്സിലാക്കണം. അതിനല്ലേ നമ്മൾ ഈ വാതിന് വിളിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ നമ്മൾ ജനങ്ങൾക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങളെ കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും, ഒരു കാലഘട്ടം വരുമെന്നോ ഇഷ്ടംപോലെ പ്രാസംഗികന്മാരുണ്ടാവുന്നു. ഖിയാമത്ത് നാൾ അടയാളം. വല്ല പഞ്ഞമുണ്ടോ? ഒന്ന് നെറ്റിനകത്ത് ആരെ വേണം, ഏത് ഐറ്റം വേണം, നെറ്റ് അടിച്ചാൽ മതി. ഇവിടെ ആണ്ട് നിറച്ച 10 ദിവസത്തെ ആള് കമ്മിറ്റി കൂടും. ഏത് ഐറ്റം വേണം? ഇച്ചിരി നീട്ടുന്ന ഒരാൾ, ഇച്ചിരി കുറുക്കുന്ന ഒരാൾ, ഇച്ചിരി മീഡിയം പോകുന്ന ആൾ, സ്ലോ മോഷനിൽ പോകുന്ന ആൾ, കുറച്ച് സൂപ്പർ ഫാസ്റ്റ്, ഏത് ഐറ്റം, നല്ല പാട്ട് കൂത്തി, ഏത് ഐറ്റം വേണമെങ്കിലും നമുക്കൊന്നുണ്ട് സംഭവം ഇല്ലേ? അടിച്ചാൽ മതി. അല്ല ഇപ്പൊ ഒറ്റയടിപ്പാതാ. പണ്ടൊക്കെ വാള് വിളിക്കുമ്പോൾ ഉസ്താദെ ഒരു വാളിന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് വന്ന് റാഹത്താട്ടൊക്കെ ഒന്ന് വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇപ്പൊ അങ്ങനല്ല. ഉസ്താദിന്റെ പേരേതാ? ഉസ്താദിന്റെ പേര്. ഒന്ന് അടിച്ചേ നെല്ല് ഉസ്താദ്, ഞാൻ അരമണിക്കൂർ വിളിക്കാം കേട്ടോ. ഒന്ന് നെറ്റിലൊന്ന് അടിച്ചു നോക്കട്ടെ. വലിയാർ കൊള്ളാമെന്നുള്ളത് നെറ്റിലൊന്ന് അടിച്ചു നോക്കട്ടെ. മനസ്സിലായില്ലേ? കാലം പോയി. ഇദാ കസുറ ഖുതബാഉ മനാബിരിക്കും, പ്രവാചകർ അധികരിക്കുമ്പോ വറകന ഉലമാഉകും ഇലാ ഉലാതികും, നിങ്ങളുടെ പണ്ഡിതന്മാര് അധികാരികളുടെ കസേരയിൽ പോയിരുന്ന് അവരുമായി സൊറ പറയുന്ന കാലം വന്നാൽ അവർക്ക് സപ്പോർട്ട്, അവരുമായിട്ട് സപ്പോർട്ട്. മനസ്സിലായി? وَأَحَلَّوْا لَهُمْ الْحَرَامَ وَحَرَّمُوا عَلَيْهِمْ الْحَلَالَ وَأَفْتَوْهُمْ بِمَا يَشْتَهُونَ. അവർ ഹറാമാക്കിയ കാര്യം ഈ മൗലവിമാര് ഹലാലാക്കി കൊടുക്കും. അല്ലാഹ് ഹലാലാക്കിയ കാര്യം ഇവരങ്ങോട്ട് ഹറാമായി പ്രഖ്യാപിക്കും. ഫഅഫ്തൗഹും ബിമാ യശ്തഹൂൻ, അവർ ആഗ്രഹിക്കുന്നത് പോലെ ഫത്വ അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ ഒരു കാലം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഞങ്ങൾ ഈ അതീത് പഠിച്ചപ്പോൾ ഞാൻ പേടിച്ചു സത്യം. ഇദാ കസറ ഖുതബാഉ മനാബിരിക്കും, പ്രസംഗി 25 വർഷമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് ഞാൻ. പേടിക്കണ്ടേ നമ്മൾ? തീർച്ചയായിട്ടും പേടിക്കണം. നിങ്ങൾക്ക് പ്രശ്നമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ദിവസം വന്ന് പ്രസംഗിച്ച് കൈമടക്കം മേടിച്ചോണ്ട് നമുക്ക് പോകാം. പക്ഷെ ഇടികൊള്ളുന്ന ആരാ? എനിക്കതിൻ്റെ വിഷയമല്ല. പറയുന്നത് പറഞ്ഞ് യഥാർത്ഥത്തിൽ പറഞ്ഞു കൊടുക്കണം. ഹലാല് ഹറാമാക്കുകയും ഹറാം ഹലാലാക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ അത് ഖിയാമത്തിന്റെ അടയാളമാണെന്ന് നബി തങ്ങൾ പറഞ്ഞല്ലോ. പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ. പിന്നെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലേ. പിന്നെ പണ്ഡിതന്മാരാണ് എന്ത് ചെയ്യുന്നത്? സമ്പന്നന്മാരെ പൊക്കുക, വാനോളം പൊക്കി പുകഴ്ത്തുക. ഇതും അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു കാര്യമത്രേ. വയംതഹൂന അൻഫുസഹും വയൽഹറൂന മഹബ്ബ
അഹ്ബതഹും നിഫാഖൻ ഹത്താ യതവസ്സലൂ ഇലാ അഖ്ദിൽ അംവാലി മിൻഹും. അവരിൽ നിന്ന് പണം കിട്ടുന്നതിന് വേണ്ടി അവർ മുനാഫിഖായി കൊണ്ട് കാപട്യത്തിന്റെ വേഷം അണിഞ്ഞുകൊണ്ട് ഈ സമ്പന്നന്മാരെ വാനോളം പുകഴ്ത്തുമത്രേ. അവരിൽ നിന്ന് പണം കൈപ്പറ്റിക്കഴിഞ്ഞാൽ ഒരു വിലയും അവർക്ക് കൽപ്പിക്കാറില്ല. അങ്ങനെ ഒരു കാലം വന്നാൽ സഹാബ മിൻ ഇഖ്തിറാബി സഅ, അത് ഖിയാമത്തിന്റെ അടയാളമാണ് കേട്ടോ. പേടി വരുന്നു. കാരണം പൈസക്കാരെ പൊക്കിയാലല്ലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. പേടി വരുന്നു, നമുക്ക് ചിരി വരുന്നു. പക്ഷെ നമ്മളിവിടെ ഇരിക്കുന്നവരെ പൈസക്കാരെ പൊക്കിയെങ്കിലല്ലേ മുസ്ലിയാർക്ക് റാഹത്ത് കിട്ടുള്ളൂ. ഹദീസാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇപ്പം നമുക്കെതിരെ വരുന്ന ഹദീസായത് കൊണ്ട് മറച്ചു വയ്ക്കാൻ പറ്റുമോ? നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റുമോ? പേടി വരുന്നു. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ഇതൊക്കെ നോക്കുമ്പോഴത്തേക്ക് ഈ ഫീൽഡ് വിട്ടാലോ എന്ന് ആലോചിക്കുകയാണ്. കൊറോണ ആകുമ്പോൾ കുറേ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ കിട്ടി, അതിൽ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കിട്ടി. എന്തിനാ ഈ പ്രസംഗം എന്ന് നമ്മൾ ആലോചിച്ച് പോവുകയാണ്. ഹദീസുകളല്ല, ഇതൊക്കെ വെറുതെ അല്ല. ഖിയാമത്തിൻ്റെ അലാമത്തുകൾ എടുത്തു വെച്ച് നിങ്ങൾ നോക്കിക്കോ. ഈ ഒരു ഹദീസ് ഇല്ല എങ്കിൽ എന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തു. ഞാൻ വെറുതെ പറയല്ല, ഞാൻ പരസ്യമായിട്ട് ഇപ്പോൾ നാളെ ലൈവിലൂടെ പറയുകയാണല്ലോ. ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞാണ്. ഇതെല്ലാം നബി തങ്ങൾ പറയാത്തൊന്നും ഈ ലോകത്ത് വന്നിട്ടില്ല ഹബീബേ. ഇന്നിപ്പോൾ എന്താ, ഇപ്പോൾ പുതിയൊരു സിസ്റ്റം വന്നല്ലോ സ്കൂളിൽ. ഇല്ല, എന്താ സ്കൂളിൽ ആണ് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞൊരു പുതിയ സിസ്റ്റം. എന്താ മനസ്സിലായോ? എല്ലാം മനസ്സിലായോ? നിങ്ങളുടെയൊക്കെ കാലം പോയി. ഇന്നത്തെ ചെറുപ്പക്കാർ പിള്ളേർ അടിപൊളിയാ. അവരുടെ മുന്നേ ഇവിടെ ആമീനായിരിക്കും, ഇവിടെ അബൂബക്കർ ഇരിക്കും, ഇവിടെ സബീദായിരിക്കും. അടുത്തടുത്ത് ഇങ്ങനെ സുഖമല്ലേ? ഇന്നത്തെ ക്ലാസ് എടിയല്ല, എടിന്ന് വിളിക്കാൻ പാടില്ല, എടാന്നേ വിളിക്കാം. ഇവിടുത്തെ പുതിയ സിസ്റ്റം എടാന്ന് വിളിക്കാം. എടാന്ന് അല്ലേ മുദക്കർ മുഅന്നസായി, മുഅന്നസ് മുദക്കറായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കാലഘട്ടം ആണ് പെണ്ണാവും പെണ്ണാണാവുന്ന. ഇത് അന്നേ പറഞ്ഞ സംഭവമല്ല. ഈ ജെൻഡർ ന്യൂട്രാലിറ്റി ഉണ്ടാവൂന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞത് ഇത് ഇന്ന് വരാതിരിക്കുവോ? ചിന്തിച്ചാൽ മതിയല്ലോ. ലാ തഖൂമു നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതല്ലേ, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ് ലോകം അസ്തമിക്കുകയില്ല. ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. ജനങ്ങൾ മൃഗങ്ങളെ പോലെ വഴിയോരങ്ങളിൽ അഴിഞ്ഞാടുന്ന ഒരു കാലം വരാതെ ഖിയാമത്ത് നാളെ സംഭവിക്കുകയേ ഇല്ല. ഇന്ന് നമ്മുടെ ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ പ്രമേയം എന്താണ്? മക്കളെ, സ്കൂളിൽ പഠിക്കുന്ന നിങ്ങൾ ഒരു ദിവസം മൃഗങ്ങളെ പോലെയാകണം. മൃഗങ്ങളെ പോലെയാകാൻ പഠിപ്പിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? പണ്ട് MA ഒക്കെ എടുത്തിരുന്ന് MB ഒക്കെ എടുത്തിരുന്ന് അല്ലേ? പണ്ട് MA MBA MC ഒക്കെ എടുത്തിരുന്നപ്പോൾ അതിനൊക്കെ ഒരു വിലയുണ്ട്. ഇപ്പൊ MA മാസ്റ്റർ ഓഫ് ആനിമൽ, മൃഗം പോലെ ആവണം മാസ്റ്റർ. MB മാസ്റ്റർ ഓഫ് ബഫല്ലോ, പോത്ത്. നീ പോത്താണ്, പോത്തിനെ പോലെ ആവണം. ഇപ്പൊ അങ്ങനെയൊക്കെ ആക്കി. ഇപ്പൊ നിയമം അങ്ങനെയായി മാറി. മൃഗങ്ങളെ പോലെ ആവണമെന്ന് അള്ളാഹ് പോലും പറഞ്ഞു. മൃഗങ്ങളെക്കാട്ടിലും കേടുകെട്ടവന്മാരാ മനുഷ്യന്മാരെന്ന്. وَلَقَدْ ذَرَأْنَا لِجَهَنَّمَ كَثِيرًا مِنَ الْجِنِّ وَالْإِنسِ لَهُمْ قُلُوبٌ لَا يَفْقَهُونَ بِهَا وَلَهُمْ أَعْيُنٌ لَا يُبْصِرُونَ بِهَا وَلَهُمْ آذَانٌ لَا يَسْمَعُونَ بِهَا أُولَئِكَ كَالْأَنْعَامِ بَلْ هُمْ أضل. കൽബുണ്ട് ചിന്തിക്കൂല, കണ്ണുണ്ട് കാണൂല, കാതുണ്ട് കേൾക്കൂല, ഇവർ മൃഗങ്ങളാണ് കേട്ടോ. അല്ലാഹ് പറയുന്നു, ഇല്ല 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 ഇല്ല, മൃഗങ്ങളെക്കാൾ കേടുകെട്ടവരാണ്. അല്ലാഹു അക്ബർ. നമ്മളെ നോക്കി അല്ലാഹ് പറയാണ് നമ്മളെ മൃഗങ്ങളല്ല. അപ്പോഴാണ് നമ്മുടെ ഗവൺമെന്റ് പറയുന്നത് നമ്മളെ മൃഗങ്ങളാവണമെന്ന്. മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ മനസ്സിലായ സംഭവം. മൃഗങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ എവിടെയും പോയി വേഴ്ച ചെയ്യാം, എങ്ങനെയും ആകാം. അപ്പൊ പട്ടി ഇവിടെ നമ്മുടെ മക്കബറയുടെ മുന്നിലാണെന്ന് പറഞ്ഞാൽ പട്ടിക്ക് വല്ല മക്കബറയോ പള്ളിയോ വല്ല അങ്ങനെയല്ലോ. അതിന് ഇന്തിഷാറാവുമ്പോൾ അത് കയറി അവിടെ ദുഹൂലാക്കിയിട്ട് പോകും. അവിടെ പറഞ്ഞിട്ട് വല്ല കാര്യം പള്ളിയാ മാറിപ്പോടേന്ന് വല്ല പറഞ്ഞിട്ട് വല്ല കാര്യം ഉണ്ടാവും. സംഭവം ഇല്ലേ അബീബ്? അങ്ങനല്ലേ? വീട്ടിലാണെങ്കിലും പശു ഈ ആടിനെയൊക്കെ നമ്മൾ വളർത്തുമ്പോൾ വലിയ പാടാ സത്യത്തിൽ. പെൺമക്കളുള്ളവർ ആടിനെ വളർത്താൻ വീടില്ല. അവർ തമ്മിലുള്ള ദുഹൂല് ഭയങ്കര പ്രശ്നങ്ങളാണത്.
അത് വലിയൊരടങ്ങാറാണ്. നമ്മുടെ പെൺമക്കളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ആടുകൾ ഇങ്ങനെ എന്നൊക്കെ ആക്കിക്കൊണ്ടുവരെ ഇതെന്താണ് ഉമ്മ എന്ന് പെൺമക്കൾ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? വലിയ പ്രശ്നമാണിത്. ഈ കൊറോണയിൽ കിട്ടിയ കുറെ പാഠങ്ങളാണ് എനിക്ക് കേട്ടോ, അതുകൊണ്ട് ഞാനിതൊക്കെ പറയും. കൊറോണയിൽ കുറെ പേര് ആട് വളർത്താൻ പോയല്ലോ, അതിന്റെ പേരിലൊക്കെ കുറെ സംഭവങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ഈ സംഭവം എന്താണ് ഉമ്മ, ഇതങ്ങനെ എന്താണ് ഉമ്മ, ഇങ്ങനെ എന്താണ് ഉമ്മ എന്നൊക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ നമുക്ക് എന്താ ഇതിന് മറുപടി അറിയാം പെൺമക്കളോട്? ഒരു ആലിമ് തന്നെ പറഞ്ഞു, ഉസ്താദ് ഇത് വലിയൊരു ഐബാണ്, നമുക്ക് പറ്റൂല ഇത് വളർത്താൻ. കാരണം ഇത് പിന്നെ ഇംഗ്ലീഷാനായിട്ട് പറ്റുമ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ പെണ്ണുമക്കളുടെ നമ്മളെന്ന് മറുപടി പറയും? വലിയ പ്രശ്നങ്ങളാണ്. അപ്പൊ ഈ മൃഗങ്ങൾക്ക് ഇത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ലോകത്ത് ഉസ്താദില്ലാത്ത ഒരേ ഒരു ഇൽമെന്ന് പറയുന്നത് ഈ സാധനമാണ്. ലോകത്ത് ഏത് പൊട്ടന് ഏത് നാട്ടുകാരനും കല്യാണം കഴിച്ചിട്ട് അവന് ഇൽമിന്റെ ആവശ്യമില്ല, ഒരു ഉസ്താദിന്റെ ആവശ്യമേ ഇല്ല. ഇത് പിന്നെ നമ്മൾ ഇത്രയും പോലെ പഠിപ്പിക്കണം എന്ന് പറഞ്ഞാൽ വല്ലാത്ത കാര്യം. ഇത് പഠിക്കാതെ തന്നെ ഉമ്മാരുടെ സ്വഭാവം കണ്ട കൊച്ചു പയ്യന്മാർ പോലും ചിരിക്കുന്നത്, പഠിക്കാതെ തന്നെ ഇവരിങ്ങനെ ചിരിക്കുകയാണ്. ഇനി ഇവർ പഠിക്കുകയും കൂടെ ചെയ്താലുള്ള അവസ്ഥ എന്തായിരിക്കും? അല്ലാഹു തആല പറഞ്ഞു മൃഗങ്ങളെക്കാൾ നിങ്ങൾ അധപ്പതിച്ചു പോയി. എന്താ കാരണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാലം വരും അന്ന് ഈ ആണും പെണ്ണും പരസ്യമായിട്ട് റോഡിന്റെ അരികിൽ നിന്നുകൊണ്ട് വ്യഭിചരിക്കും. പരസ്യമായിട്ട് മൃഗങ്ങളെ പോലെ. തസാഫുദൽ ബഹായിം, അതാണ് നബി തങ്ങൾ പറഞ്ഞ വാക്ക്. ലാ തഖൂമുസ്സാ ഹത്താ യതസാഫദന്നാസു തസാഫുദൽ ബഹായിമി ഫിത്തരീഖ്. തരീഖ് റോഡില്. ശരിയല്ലേ? കോളേജിൽ പോയി നോക്ക്, അല്ലെങ്കിൽ വാ തിരുവനന്തപുരത്തോ ഞാൻ കാണിച്ചു തരാം. മടിയിൽ കയറിയിരിക്കുകയാണ് പെണ്ണുങ്ങളുടെ മടിയിൽ ആണുങ്ങളുടെ മടിയിൽ പെണ്ണുങ്ങള്. ആ കാലം വല്ല ഇപ്പൊ ആയിരുന്നെങ്കിൽ മദ്രസയിലൊന്നും അങ്ങനെയില്ല. എല്ലായിടത്തും ആക്കാനുള്ള പരിശ്രമമാണിതിപ്പോ. അതിനാണ് അപ്പുറത്തും ഇപ്പുറത്തും വല്ല പഠിത്തം വല്ലതും നടക്കുമോ അബീവേ? ഇത് ഏത് കാലത്ത് എങ്ങനെ പഠിക്കാൻ പറ്റും? നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റുമോ? എന്താണ് കാലം സംഭവം? ഇസ്ലാമിന് വിരുദ്ധമായിട്ട് വന്നാൽ അതിന് ഏത് സർക്കാരാണ് നമുക്കതിനെ ഉൾക്കൊള്ളാൻ പറ്റൂല. കാലങ്ങൾ പോക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ വാക്കല്ലേ, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ മിൻ ഖിബലിൽ മശ്രിഖി ഫയുഖ്സഫു ബഅ്ളുഹും ബിബഅ്ളിൻ അദാലിക ബിമാ അസൗ വകാനൂ യഅ്തദൂൻ ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു കേട്ടോ. 21-ാം നൂറ്റാണ്ടിലെ ജെൻഡർ ന്യൂട്രാലിറ്റി, ആണും പെണ്ണും സമമാണെന്ന് പറയുമ്പോ ഹബീബായ തങ്ങൾ മുസ്ലിമീങ്ങളെ നമുക്ക് നൽകിയ ഉത്ബോധനം എന്താ? ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ. ലെസ്ബിയനും ഗേയും ഒക്കെ ഇന്ന് തഴച്ചു വളരുമ്പോൾ അതിലും നമ്മുടെ സമുദായം അടിമപ്പെട്ടുപോയി, അകപ്പെട്ടുപോയി എന്ന് പറയുമ്പോ പെണ്ണിനെ കല്യാണം കഴിച്ച് ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഓർക്കണേ, ലോകത്തിന്റെ ഗുരുവര്യർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടില്ല കേട്ടോ. 1000 വർഷങ്ങൾക്ക് മുമ്പ് 21-ാം നൂറ്റാണ്ടിലെ ഈ വർത്തമാന കാലഘട്ടത്തെ നോക്കിയിട്ടാണ് മദീനയുടെ പൊന്നുമോന ഉമ്മറപ്പടിയിൽ നിന്ന് വിളിച്ചു പറഞ്ഞത്, ഇദസ്തഗ്നൻ നിസാഉ ബിന്നിസാ വർരിജാലു ബിർരിജാൽ ഫബശ്ശിർഹും ബിരീഹിൻ ഹംറാ. ആണിനെ കൊണ്ടും പെണ്ണിനെ കൊണ്ടും സ്വർഗഭോഗത്തിലൂടെ അവർ സംതൃപ്തിപ്പെടുന്ന ഒരു കാലഘട്ടം വന്നാൽ പ്രകൃതിക്ഷോഭങ്ങളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ, മാരകമായ വിപത്തുകളെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളണേ. അതിലൂടെ അവരുടെ കോലം തന്നെ മറിക്കപ്പെടുമെന്ന് ഹബീബുനാ ഷഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭൂകമ്പം, ഭൂമികുലുക്കം, ഉരുൾപൊട്ടല്, ഭയങ്കരമായ മഴ, ഭയങ്കരമായ കാറ്റ്, തീക്കാറ്റ്, ഇതൊക്കെ നിങ്ങൾ പ്രതീക്ഷിച്ചോ? എപ്പോ? ആണിനെ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ഗേ, പെണ്ണിനെ കൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ലെസ്ബിയൻ. ഇങ്ങനത്തെ ഒരു കാലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നാൽ നിങ്ങൾ പ്രതീക്ഷിച്ചോ? ഇപ്പൊ എത്ര വർഷം കൊണ്ടാണ് ഈ ഉരുൾപൊട്ടൽ നടക്കുന്നത്? നിന്നിട്ടുണ്ടോ? ഇന്നലെയും പൊട്ടിയില്ലേ? മിനിഞ്ഞാന്നും പൊട്ടിയില്ലേ? ഇല്ലേ? എത്ര നാള്, എത്ര വർഷം കൊണ്ട് ഉരുൾപൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. തൊടുപുഴയിൽ ഒരു കുടുംബം തന്നെ ഒലിച്ചു പോയില്ലേ?